പേര് സാന്ദ്ര എന്നാണ്. എൻ്റെ ഒരു ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിച്ചൊരു കാര്യം തന്നെ. എനിക്ക് ആ മിറാക്കിൾ എനിക്ക് അത്രയും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് എനിക്കിവിടെ അത് വന്ന് പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനിവിടെ വന്ന് അത് സാക്ഷ്യമായിട്ട് പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുകളെല്ലാം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു വലിയൊരു ഡ്രീമായിരുന്നു അങ്ങനെ ഒരു ജോലി വേണം എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയിൽ നമ്മുടെ താൽക്കാലികമായിട്ട് കുറേ പ്രാവശ്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് താൽക്കാലികമായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു 6 മാസത്തേക്ക്. അങ്ങനെ എന്നെ അമ്മയും അച്ഛനും നിർബന്ധിച്ച് എന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് എന്നെ ഈ 6 മാസത്തേക്ക് കയറ്റിയപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇവൻ ഡെലിവറി ആയി സെക്കൻഡ് ഡേ ആണ് വീട്ടിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ശനിയാഴ്ചയായിരുന്നു. അതായത് ഇവൻ ഡെലിവറി കഴിഞ്ഞ് ഇവൻ തിങ്കളാഴ്ച ഡെലിവറി ആയി 5-ാം തീയതി ഞാൻ, അതായത് 5 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. ഞാൻ വീട്ടിൽ പോലും ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോലും ആയിട്ടുണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. വളരെ ബുദ്ധിമുട്ടോടെയാണ് ഞാൻ അവിടെ പോയത്. കാരണം എൻ്റെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബ്ലീഡിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഓരോ ഉറപ്പില്ലായിരുന്നു, കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പോയി. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സ്വപ്നമായിരുന്നു, എൻ്റെ പോലും അല്ലെങ്കിൽ അവർക്കൊരു സ്വപ്നമായിരുന്നു അത് വേണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവിടെ എത്തി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു സെലക്ട് ചെയ്തിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ജോലിക്ക് കയറുന്നതിന് മുമ്പ് മെറ്റേണിറ്റി ലീവും കൂടി തരാം, മെറ്റേണിറ്റി ലീവ് എടുത്തോ നിങ്ങൾ, കാരണം നിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, നിൻ്റെയും കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് നിനക്ക് മെറ്റേണിറ്റി ലീവ് ഞങ്ങൾ തരികയാണ്. അത് കഴിഞ്ഞ് ഡിസംബർ, അതായത് 6 മാസം കഴിഞ്ഞ് ഡിസംബറിലാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട ജോലിക്ക്. അപ്പോൾ ഞാനിപ്പം മെറ്റേണിറ്റി ലീവിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മെറ്റേണിറ്റി ലീവ് തരാത്ത ആ സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു, ഒത്തിരി ഞാൻ അപേക്ഷിച്ചായിരുന്നു അമ്മ മാതാവിനോടും യേശുവോടും എൻ്റെ ഭഗവാൻ കൃഷ്ണനോടും ഞാൻ അപേക്ഷിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നുള്ളത് എൻ്റെ വിഷമം അവർക്കറിയായിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് മെറ്റേണിറ്റി ലീവും തന്ന് അവസാനം എൻ്റെ ലൈഫിലൊരു എന്താ പറയുക ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് ജോലി നേടുകയും ചെയ്തു.